ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് രാമായണം പാരായണം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ 3-ാം ദിവസത്തെ പാരായണം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ഈ കഥ കേട്ടാലും മതി. ആ 3-ാമത്തെ ദിവസം പാരായണം ചെയ്യുന്ന അത്രയും ഭാഗം കഥകളായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ആ കഥ കേട്ട് കഴിഞ്ഞാലും നമ്മൾ അത്രയും നേരം ആ ഭഗവാനിൽ മനസ്സുറച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ആ സെയിം എഫക്റ്റ് തന്നെയാണ്, അതേ ഫലം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി രാമായണ കഥ കേൾക്കുക. അറിയുന്ന രീതിയിൽ, പറയാൻ പറ്റുന്ന രീതിയിൽ, സാധിക്കുന്ന രീതിയിൽ കഥ പറയാം. എല്ലാവരും ഇടയും ആ ഒരു സഹകരണം, എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. 3-ാം ദിവസം തുടങ്ങുന്നത് സീതാ സ്വയംവരമാണ്. അതായത് വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാഗരക്ഷയ്ക്ക് പോയ രാമലക്ഷ്മണന്മാർ. അങ്ങനെ വിശ്വാമിത്ര മഹർഷി യാഗം ആരംഭിച്ചു. മാരീചനും സുബാഹുവും ആദ്യമായിട്ടുള്ള രാക്ഷസന്മാർ എല്ലാവരും വന്ന് ആ യാഗം മുടക്കുന്നതിന് വേണ്ടി രക്തവൃഷ്ടിയും മാംസവും എല്ലും കഷ്ണങ്ങളും ഒക്കെ ആ യജ്ഞകുണ്ഡത്തിലേക്ക് കൊണ്ടുവന്നിടാനായിട്ട് ആരംഭിച്ചതും രാമലക്ഷ്മണന്മാർ ശരങ്ങൾ കൊണ്ട് തന്നെ, അസ്ത്രങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് മറുപടി കൊടുത്തു. അതിൽ സുബാഹു മരിച്ചു. മാരീചൻ പക്ഷേ ഭഗവാന്റെ അസ്ത്രം കൊണ്ട് 1000 യോജന അകലെയുള്ള ഒരു കടലിൽ പോയി വീണു. അതിനുശേഷം ഭഗവാന്റെ കാൽക്കൽ വന്ന് ക്ഷമാപണം നടത്തി. അങ്ങനെ ഭഗവാൻ മാരീചനെ വധിക്കാതെ തിരികെ വിട്ടു. അപ്പം അങ്ങനെ യാഗം രക്ഷ ചെയ്തു. ആ യാഗരക്ഷയ്ക്ക് ശേഷം അവർ ആശ്രമത്തിൽ ഇരിക്കുമ്പോഴാണ് പറയുകയാണ്, വിശ്വാമിത്രൻ പറയുകയാണ്, ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടരുതുകയല്ലോ. നമുക്ക് മിഥിലാപുരിയിലേക്ക് പോകാം. അവിടെ അവിടെ യാഗവുമുണ്ട്, അതുപോലെ തന്നെ മഹാദേവൻ്റെ ചാപവുമുണ്ട്. അത് അദ്ദേഹത്തിന് ജനക മഹാരാജാവിന് പാരമ്പര്യമായിട്ട് കിട്ടിയ മഹാദേവൻ്റെ ഒരു ചാപമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഈ മഹാദേവൻ്റെ ചാപവും അദ്ദേഹത്തെ കാണുകയും ജനക മഹാരാജനെ കാണുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവരെ ഗംഗാനദിയൊക്കെ കടന്നു മിഥിലാപുരം അകം പൊക്കും. അതായത് മിഥിലാപുരത്തിലേക്ക് അവർ ചെല്ലുകയുണ്ടായി. അങ്ങനെ ആ വിശ്വാമിത്രനോടൊപ്പം രാമലക്ഷ്മണന്മാര് ജനകന്റെ കൊട്ടാരത്തിൽ എത്തി എന്നറിഞ്ഞ ആ ജനക മഹീപതി, ആ ജനക മഹാരാജാവ് പൂജാസാധനങ്ങളൊക്കെ എടുത്ത ഭക്തിയോടുകൂടി അദ്ദേഹം ആ ഋഷിയുടെ അടുത്തേക്ക് ഓടി വന്നു. അദ്ദേഹം തന്നെയാണ്, രാജാവ് തന്നെയാണ് വന്ന്. എന്നിട്ട് ആമോദപൂർവ്വം വളരെ സന്തോഷത്തോടുകൂടി പൂജിച്ച് അദ്ദേഹത്തിനെ നമസ്കരിച്ചു. വേണ്ട ഉപചാരങ്ങളൊക്കെ നൽകി ആദരിച്ചു. അങ്ങനെ ഈ രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോഴേക്കും ഈ രാജാവ് ചോദിക്കുകയാണ്, ഈ കുമാരന്മാരാരാണ്? സൂര്യചന്ദ്രന്മാരെ പോലെ ഇത്ര തേജസ്വികളായിട്ടുള്ള ഭൂമി പാലകന്മാരാണോ എന്ന് തോന്നുന്നമാർ അത്ര തേജസ്വികളായിട്ടുള്ള ഈ കുമാരന്മാരാരാണ്? കാമദേവൻ പോലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ അവരോട് നമസ്കരിക്കും. അത്ര സുന്ദരന്മാരായിട്ടുള്ള ഇവരാരാണ്? അങ്ങ് പറയണം എന്ന് പറയുകയാണ്. ഇവര് നരനാരായണന്മാരുടെ അവതാരമാണോ? അവർ നരനാരായണന്മാരിപ്പോൾ മനുഷ്യരായിട്ട് ഭൂമിയിൽ അവതരിച്ചതാണോ എന്നൊക്കെ ഈ ജനക മഹാരാജാവ് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വാമിത്രൻ അത് കേട്ടിട്ട് പറയുകയാണ്, ഞാൻ പറയാം രാജാവേ, ഇവര് വീരനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ്.
ഇത് ശ്രീരാമനാണ്, ഇവൻ ജ്യേഷ്ഠനാണ്, ഇത് രാമൻ്റെ അനുജൻ ലക്ഷ്മണനാണ്, ഈ ലക്ഷ്മണൻ മൂന്നാമത്തെ ആളാണ് എന്ന് പറയാണ്. എൻ്റെ യാഗം രക്ഷിക്കാനായിട്ട് ഞാൻ ഇവരെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും കൂട്ടിക്കൊണ്ട് പോന്നതാണ്. അങ്ങനെ വരുന്ന വഴി വലിയൊരു നിശാചരിയുണ്ട്, താടക. ആ താടകയെ ബാണം കൊണ്ടെയ്ത് രാമൻ വധിച്ചു. അങ്ങനെ ആ ഭാഗത്തുള്ള ജനങ്ങളുടെയൊക്കെ പേടിയൊക്കെ തീർന്നു. പിന്നീട് എൻ്റെ ആശ്രമത്തിൽ വന്നു യാഗരക്ഷ, വേണ്ടതുപോലെ യാഗരക്ഷ ചെയ്തു, യാഗം രക്ഷിച്ചു. മാത്രമല്ല വരുന്ന വഴി ഈ ശ്രീരാമചന്ദ്രൻ്റെ ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടാൻ ആ ഭഗവാന്റെ പാദാംബുജങ്ങളിൽ നിന്ന് വന്ന ആ പൊടി അഹല്യയുടെ, അദ്ദേഹം ഭഗവാന്റെ കാല് പോലും ഒന്നും വെക്കേണ്ടതില്ല, ആ ഭഗവാന്റെ കാൽപാദത്തിൽ പറ്റിയിരുന്ന പൊടി അഹല്യയുടെ ശരീരത്തിൽ വീണപ്പോൾ അഹല്യയുടെ സർവപാപവും നശിച്ചു. ആ പാവനയാക്കി, അഹല്യയെ ശുദ്ധയാക്കി. അതുപോലെ തന്നെ ആ പരമേശ്വരൻ്റെ ആ ചാപത്തെ കാണുവാനായിട്ട് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങയുടെ രാജധാനിയിലേക്ക് വന്നത്. അതുകൊണ്ട് രാജാവേ, അങ്ങത് ഞങ്ങൾക്ക് കാട്ടിത്തരണം എന്ന് പറയുകയാണ്. ഇത് കേട്ടതും ജനകന് കൂടുതൽ സന്തോഷമായി. അവർക്ക് വേണ്ട സൽക്കാരങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന് ഈ പുത്രന്മാരെ കണ്ടപ്പോഴത്തേക്കും തൻ്റെ കൊട്ടാരത്തിൽ വന്ന ഈ ദശരഥൻ്റെ പുത്രന്മാരെ, രാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് അദ്ദേഹത്തിന് അവരുടെ ആ ഒരു സൗന്ദര്യവും പ്രഭയും അവരുടെ ആ യോഗ്യതയും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരിൽ നിന്ന് കണ്ണെടുക്കാൻ പോലും സാധിച്ചില്ല. ഉടനെ അദ്ദേഹം തൻ്റെ മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ മഹാദേവൻ്റെ വില്ല് എടുത്തുകൊണ്ട് വരാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ 5000 മല്ലന്മാർ ചേർന്ന് പിടിച്ചാണ് ആ ചാപം ഇവിടെ കൊണ്ട് വന്ന് വെച്ചത്. അതാണെങ്കിൽ ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകം എന്നിത് മന്ത്രീന്ദ്രനും. ധാരാളം മണികളൊക്കെ ആയിട്ട് വിഭൂഷിതമാണ് ആ ത്രയംബകം, ആ വില്ല്. ആ ഭഗവാന്റെ, ആ മഹാദേവന്റെ പള്ളിവില്ല് കണ്ടോ രാമചന്ദ്രന് മനസ്സിൽ വളരെയധികം ആനന്ദവും സന്തോഷവും ഉണ്ടായി. അദ്ദേഹം വിശ്വാമിത്രനോട് ചോദിച്ചു, ഗുരു, ഈ വില്ലെടുക്കാമോ, അത് കുലയ്ക്കാമോ, വലിക്കാമോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹം എല്ലാം അനുവദിച്ച് ഗുരുവിൻ്റെ അനുവാദത്തോടു കൂടിയേ ചെയ്യുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തോളൂ, അതുകൊണ്ട് അങ്ങയ്ക്ക് മംഗളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ രാമ എന്ന് പറയുകയാണ്. ഭഗവാൻ അത് കേട്ട് സന്തോഷമായി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, വില്ലെടുത്ത് വില്ലിനെ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം അത് നമസ്കരിച്ചു. മഹാദേവൻ്റെ കയ്യിലിരുന്ന വില്ലാണ് അല്ലേ. അങ്ങനെ ആ വില്ലിനെയൊക്കെ നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹം ആ വില്ലിനെ ഒന്ന് നമസ്കരിച്ച് വില്ല് എടുത്തുയർത്തി. എന്നിട്ട് അതിൻ്റെ ആ വില്ലിൻ്റെ ആ ചരട് ഒന്ന് വലിച്ചപ്പോൾ തന്നെ, വലിച്ചു വിട്ടപ്പോൾ തന്നെ 3 ലോകങ്ങളും മാറ്റൊലി കൊണ്ടു. അത്ര ഒരു ശബ്ദമായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അദ്ദേഹം ആ ചാപം വളരെ നിഷ്പ്രയാസം ആ വില്ലൊടിച്ചു. അങ്ങനെ ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാൻ ജനകൻ ജിഗൽസ്വാമിയാകിയ ഭഗവാനെ ജനസംസാദിക അടാശ്ലേഷവും ചെയ്താനല്ലോ. അതായത് ആ വില്ല് മുറിക്കുന്ന ആൾക്കു മാത്രമേ തൻ്റെ പുത്രിയായിട്ടുള്ള സീതയെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദൃഢപ്രതിജ്ഞയായിരുന്നു. അതിനുവേണ്ടി ധാരാളം രാജാക്കന്മാർ ഇതിനു മുമ്പ് ശ്രമിച്ചതാണ്. പക്ഷെ ആരെക്കൊണ്ടും ആ വില്ലിൻ്റെ ഒരു ഭാഗം പോലും എടുത്തുയർത്താനായിട്ട് സാധിച്ചില്ല. പക്ഷേ രാമൻ വളരെ നിഷ്പ്രയാസം
ആ വില്ലെടുത്ത് കുലച്ച് അത് ഒടിക്കുകയും ചെയ്തു. അങ്ങനെ ആ സ്വർണ്ണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരിയായിട്ടുള്ള ആ സീതാദേവി സ്വർണ്ണഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് വളരെ ശോഭയോടുകൂടി സ്വർണ്ണമാലകളൊക്കെ ധരിച്ചു. അങ്ങനെ ആ ദേവി അവിടുന്ന് വരികയാണ്. എന്നിട്ട് ഭഗവാന്റെ കഴുത്തിലേക്ക് ആ മാലയും ഇട്ടു. അതിനുശേഷം ആ വരണാർദ്ധമാലയും ഇട്ടിടുന്ന അതിനുശേഷം ആ വരണമാല്യവും അണിയിച്ചു. അങ്ങനെ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭഗവാന് ആ മാലയെല്ലാം കൂടെ ധരിച്ചപ്പോഴത്തേക്ക് എന്തായതോ ഭഗവാൻ നന്നായിട്ടിങ്ങനെ തെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഭൂമിനന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാബുധി തന്നിൽ വീണുടൻ മുഴുകിനാൻ മാനവവീരൻ വാഴുകന്നാശിയും ചൊല്ലിയിടാൻ. അങ്ങനെ ആ ഭഗവാനെ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരുടെ ഉള്ളിലും ആ ആനന്ദാംബുധി ആനന്ദ സമുദ്രത്തിൽ ആറാടുകയാണ് എല്ലാവരും. എന്നിട്ട് അവരെല്ലാവരും ഭഗവാന് ജയ് വിളിക്കുകയാണ്, ജയ ജയ ആരവങ്ങൾ മുഴക്കുകയാണ്. അങ്ങനെ വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ. വിശ്വാമിത്രൻ പറയുകയാണ്, ജനകനോട് പറയുകയാണ്, രാജാവേ ഇനി സമയം ഒട്ടും താമസിക്കേണ്ട, അങ്ങ് പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. അങ്ങ് ആ ദശരഥ മഹാരാജാവിനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ, എങ്ങോട്ട് മിഥിലാപുരിയിലേക്ക് വരാനായിട്ട് അങ്ങ് ദൂതന്മാരെ പത്രം കൊടുത്ത് അയക്കണം എന്ന് പറയുന്നു. അങ്ങനെ വിശ്വാമിത്രനും അതുപോലെ തന്നെ മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം അങ്ങനെ അവർക്ക് അദ്ദേഹത്തിന് വിശ്വാസം വരുന്ന രീതിയിൽ ഈ വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞ് അറിയിച്ചു. അങ്ങനെ ദൂതന്മാർ സാകേതപുരിയിൽ ചെന്നു. അങ്ങനെ ലോകൈകാധിപൻ കൊടുത്ത ആ ഒരു പത്രം അതൊക്കെ വായിച്ചു. അങ്ങനെ അതൊക്കെ കേട്ടതും വളരെ സന്തുഷ്ടനായി അദ്ദേഹം ദശരഥ മഹാരാജാവിന് വളരെ സന്തോഷവാനായി. ഉടൻ തന്നെ അദ്ദേഹം കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനും അതുപോലെ തന്നെ പത്നിയായിട്ടുള്ള അരുന്ധതിയൊക്കെ ആയിട്ട് ചതുരംഗവാഹിനിയോടും കൂടി ചതുരംഗ പടയായിട്ട് അദ്ദേഹം നേരെ ഇങ്ങോട്ട് ചെന്നു. മിഥിലാപുരിയിലേക്ക് പോയി. കൗസല്യാദികളായിട്ടുള്ള ഭാര്യമാര്, കൗസല്യ, സുമിത്ര, കൈകേയി തുടങ്ങിയ അമ്മമാര്, പിന്നെ ചതുരംഗിണി വാഹിനികൾ ആയിട്ടുള്ള സൈന്യങ്ങൾ, വാദ്യഘോഷങ്ങൾ, ഇതൊക്കെ ആയിട്ട് മിഥിലാപുരത്തിലേക്ക് വാദ്യഘോഷങ്ങളൊക്കെ ആയിട്ട് അവിടെ എത്തി. അങ്ങനെ മിഥിലാധിപനായിട്ടുള്ള ആ ജനക മഹാരാജാവ് ഇവരെ വളരെ സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി സ്വീകരിച്ചു. അങ്ങനെ ശതാനന്ദ മഹർഷിയുണ്ട്, വസിഷ്ഠ മഹർഷിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം ഈ അർഘവാദ്യാദികളെല്ലാം അർപ്പിച്ച് ഇവരെല്ലാം യഥാവിധി സ്വീകരിച്ചു. അപ്പോൾ രാമലക്ഷ്മണന്മാരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു, അല്ലേ, ഈ വിശ്വാമിത്രൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അച്ഛനെയും അമ്മയൊക്കെ കണ്ട സന്തോഷത്തിൽ അവർ ഓടിച്ചെന്ന് തൻ്റെ ആ പിതാവിനെ വന്ദിച്ചു. വസിഷ്ഠനായിട്ടുള്ള ആചാര്യൻ്റെ പാദങ്ങളിൽ വന്ദിച്ചു, മാതൃജനങ്ങളുടെ പാദങ്ങളിൽ വന്ദിച്ചു. അതുപോലെ തന്നെ അനുജന്മാരെ കണ്ട് അവർ കെട്ടിപ്പിടിച്ചു. അങ്ങനെ വളരെ സന്തോഷമായി എല്ലാവർക്കും കുറേ നാളുകൾ കൂടി എല്ലാവരും കാണുകയാണ്. അപ്പോൾ പറയുകയാണ്, ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ച അനുമോദത്തോട് ഉര ചെയ്തതു മധുരമായി. ജനകൻ പറയുകയാണ്, അല്ലയോ ദശരഥ മഹാരാജാവേ, എനിക്ക് 4 കന്യകമാരുണ്ട് കൊടുക്കാനായിട്ട്. എനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് 4 കന്യകമാരുണ്ട്. 4 പുത്രന്മാർ ഭവാനുമുണ്ട്. അതുകൊണ്ട് നമുക്ക് എൻ്റെ 4 പുത്രിമാരും വളരെ യോഗ്യകളാണ്. അങ്ങയുടെ 4 പുത്രന്മാരും വളരെ യോഗ്യന്മാരുമാണ്. അതുകൊണ്ട് നമുക്ക് എൻ്റെ 4 പുത്രിമാരെയും അങ്ങയുടെ 4 പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതും അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അങ്ങനെ ആ വിവാഹത്തിനുള്ള മുഹൂർത്തമൊക്കെ നോക്കി നല്ലൊരു മുഹൂർത്തത്തിൽ ഇവരുടെ ആ ഒരു വിവാഹം ഭംഗിയായിട്ട് കേമമായിട്ട് തന്നെ നടത്താനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ രാജ്യം മുഴുവനും മുത്തുമാലകളും പുഷ്പഫലങ്ങളും ഒക്കെ തൂക്കി രത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണ്ണപീഠവും വച്ച് ഭക്തിയാ
ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരി ദുന്ദുഭേ മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമന് നൽകിയിടാൻ ജനകമഹീന്ദ്രനും. അപ്പോൾ ആ രാജ്യവും അവിടെ മുഴുവൻ അലങ്കരിച്ച് സ്വർണ്ണാഭരണ വിഭൂഷിതമാക്കിയിട്ട് ആദ്യമേ തൻ്റെ മൂത്ത പുത്രിയായിട്ടുള്ള സീതയെ ആ ജനക മഹാരാജാവ് രാമന് വിവാഹം കഴിച്ചു നൽകി, ഉപചാരപൂർവ്വം വിവാഹം കഴിച്ചു നൽകി. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപ്പളകാംഗത്തോടെ നിന്നതു ജനകനും. എന്നിട്ട് എന്ത് ചെയ്തു? ആ പാദതീർത്ഥം തൻ്റെ ശിരസിലേക്ക് ധരിച്ചു. അദ്ദേഹത്തിന് വളരെ പുളകങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. അതിനുശേഷം ഊർമിള തന്നെ വേർത്തു ലക്ഷ്മണകുമാരനും. ഊർമിളയെ ലക്ഷ്മണകുമാരന് വിവാഹം കഴിച്ചു കൊടുത്തു. കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും യഥാക്രമം ഭരതശത്രുഘ്നന്മാരും ഭാര്യമാരായിട്ട് വരിച്ചു. അങ്ങനെ വളരെ ഗംഭീരമായ രീതിയിൽ ആ മിഥിലാപുരി വലിയൊരു വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു. 4 വിവാഹങ്ങൾ ഒരുമിച്ച് നടത്തുകയുണ്ടായി. അങ്ങനെ മുന്നം നാരദൻ അരുൾ ചെയ്ത് കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. അപ്പോൾ കുശിതാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതം പറഞ്ഞു ജനകനും. അപ്പോൾ ജനകൻ ആ സീതാദേവിയെ തൻ്റെ മകളായ ആ ഒരു കഥ പറയുകയാണ്. അതായത് ഒരു യാഗഭൂമി, അദ്ദേഹം ഒരു യാഗത്തിന് ശേഷം ഒരു ഭൂമി ഉഴുതുകൊണ്ടിരുന്നപ്പോൾ ആ ഭൂമിയിൽ നിന്ന് സീതാമധ്യേ കാണായ കന്യാരത്നം, ഒരു ദിവ്യ കന്യാരത്നത്തിനെ, ഒരു കൊച്ചുകുട്ടിയെ കണ്ടു. അങ്ങനെ ആ ദിവ്യകന്യക തനിക്കു താൻ സീത എന്നൊരു നാമം വിളിച്ചേനതു മൂലം, ആ സീത എന്നാണ് ഞാൻ ആ കുട്ടിക്ക് പേരിട്ടത്. എൻ്റെ പുത്രിയായിട്ട്, എൻ്റെ ആരോമലായിട്ട്, എൻ്റെ ഉണ്ണിയായിട്ട് ഞാൻ എൻ്റെ മോളെ വളർത്തി. അങ്ങനെ ഒരു ദിവസം ഞാൻ കൊട്ടാരത്തിലിരിക്കുമ്പോൾ നാരദ മഹർഷി എഴുന്നള്ളി. എന്നിട്ട് എന്നോട് ആ മഹാമുനി സീതയുടെ ആ ചരിത്രം എന്നോട് പറഞ്ഞു കേൾപ്പിച്ചു. പറയുകയാണ്, ആ പരമാനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാൻ നാരായണൻ, ആ ഭഗവാൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളാൽ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും. പരമാനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാൻ നാരായണൻ ദേവന്മാരുടെ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പങ്ക്തികണ്ഠനെ നിഗ്രഹത്തിനായി ആ രാവണനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവേന്ദ്രൻ്റെയും ബ്രഹ്മാവിൻ്റെയും മഹാദേവൻ്റെയും മറ്റു ദേവന്മാരുടെയും അഭ്യർത്ഥന മാനിച്ച് ഭൂമിയിൽ സൂര്യാന്വയെ, സൂര്യകുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നു രാമനെന്നാണ്. മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും അത് അദ്ദേഹം ഒരു മായാ മനുഷ്യൻ്റെ വേഷത്തിൽ അദ്ദേഹം അവിടെ വന്ന് അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യോഗേശൻ, ആ ഈശ്വരൻ മനുഷ്യനായി ഇടുമ്പോൾ ഇതു കാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായതു തവ വേശ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമന് കൊടുക്ക മടിയാതെ. ഇതം നാരദൻ അരുൾ ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ യോഗേശൻ, ആ ഭഗവാൻ അതിനാരായണമൂർത്തി മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന കാലം ഈ യോഗമായാദേവിയായിട്ടുള്ള ദേവി മാനുഷവേഷത്തോടെ ജാതയായി. ആ ഭഗവാൻ ഇവിടെ വന്ന് ജനിക്കുമ്പോൾ ആ ദേവിയും ഇവിടെ വന്ന് മനുഷ്യവേഷത്തിൽ തന്നെ യോഗമായാദേവിയും ജനിക്കും. ആ ശ്രീരാമന്, ആ ഭഗവാന് ശ്രീരാമനായിട്ടാണ് ജനിക്കുന്നത്. രാമൻ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഭക്തിയോടുകൂടിയാണ് സീതാദേവിയെ അദ്ദേഹം വളർത്തിയത്. അങ്ങനെ സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ? അദ്ദേഹം അറിയത് ആരാണ് രാമൻ എന്ന് എങ്ങനെയാണ് താൻ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ് സീതാദേവിയെ രാമന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ആരാണ് രാമനെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് മനസ്സിൽ ഒരു ആശയം മനസ്സിൽ വന്നു. പന്നകവിഭൂഷണൻ തൻ അനുഗ്രഹ ശക്തിയാ, എന്താ പറയുക, മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട്
തനിക്ക് ആ ഭഗവാന്റെ ഒരു ചാപം, ഒരു വില്ല് തൻ്റെ കൊട്ടാരത്തിലുണ്ട്. ത്രയംബകം എന്നാണ് അതിൻ്റെ പേര്. അത് ആ വില്ല് മുറിച്ചിടുന്ന ആ ഒരു മനുഷ്യന് മാത്രമേ മൽപുത്രി, അതായത് എൻ്റെ പുത്രിക്ക് വരനായിട്ട്, അതാണ് യോഗ്യത. മനസ്സിലായോ? അതല്ല സാധാരണക്കാർക്കൊന്നും എൻ്റെ മകളെ വിവാഹം കഴിച്ച് ഞാൻ കൊടുക്കുകയില്ല. ആ മഹാദേവൻ്റെ പള്ളിവില്ല് ആരാണോ എടുത്ത് മുറിക്കുന്നത് അവർക്ക് മാത്രമേ എൻ്റെ സീതയെ ഞാൻ വിവാഹം കഴിച്ച് കൊടുക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ഒരു യോഗ്യതാ ടെസ്റ്റും കൂടി വെച്ചു. അങ്ങനെ ധാരാളം രാജാക്കന്മാർ സീതയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് വന്നിട്ട് മിഥിലാപുരത്തിൽ വന്നിട്ട് വില്ല് എടുത്തൊന്ന് ഉയർത്താൻ നോക്കിയിട്ട് വില്ലിൻ്റെ അടിയിലേക്ക് വിരല് പോയി ചതഞ്ഞരഞ്ഞ് പോയതല്ലാതെ ആർക്കും ആ വില്ലൊന്ന് ഉയർത്താനോ ഈ പറഞ്ഞതുപോലെ വില്ല് ഒരു ചാപം അതിൽ ആ ഞാണ് കെട്ടാനോ ഒന്നും സാധിച്ചില്ല. പക്ഷേ ഭഗവാൻ അത്ഭുത പുരുഷനാണ്. ഭഗവാന് മാത്രമേ, നാരായണൻ്റെ അവതാരമായിട്ടുള്ള ഭഗവാന് മാത്രമേ ഇന്നത് സാധിച്ചുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ ആ അതിനാരായണ മൂർത്തിയായി ശ്രീരാമനായിട്ട് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് പറയാണ്, ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം, എൻ്റെ ജന്മം സഫലമായി വന്നു. ഖദ്യോദാന്വയെ പിറന്നോരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതം പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സലാം അമ്മ സിദ്ധിച്ചു മനോരഥം. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനോരഥം, എൻ്റെ ആഗ്രഹമെല്ലാം പൂർത്തിയായി എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ, ഭക്തി സംഭവിക്കണം, മുക്തിയും ലഭിക്കണം. എനിക്ക് അങ്ങയുടെ ചരണത്തിൽ, അങ്ങയുടെ ആ എന്താ പറയുക, ചുമന്ന ആ ഒരു പാദങ്ങളിൽ, അങ്ങയുടെ പാദത്തിൻ്റെ ആ ഇളം ആ ഒരു അരുണവർണ്ണമാണ്, അതാ ഭഗവാന്റെ പാദത്തിന്. എനിക്ക് അവിടുത്തെ പാദത്തിങ്കൽ എനിക്ക് ഭക്തി ഉണ്ടാകണം ഭഗവാനെ എന്ന് പറയുകയാണ്. ത്വൽപാദാംബുജ ഗളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോദ്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ഭഗവാന്റെ ആ പാദത്തിൻ്റെ പൊടികൾ ധരിച്ച ആ ബ്രഹ്മാവ് ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ട് സർപ്പഭൂഷണം ജഗത്തൊക്കെ സംഹരിക്കുന്നു. അങ്ങയുടെ പാദാംബുജത്തിൻ്റെ എന്താ പറയുക, ആ ഒരു പൊടികൾ കൊണ്ട് തന്നെ സർപ്പഭൂഷണൻ ഈ ജഗത്തൊക്കെ, അതായത് മഹാദേവൻ ഈ ജഗത്തൊക്കെ സംഹരിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ ആ പാദാംബുജത്തിൽ നിന്നുള്ള ആ പൊടികൾ കൊണ്ട് തന്നെ മഹാബലി സിദ്ധിച്ചാൻ ഐന്ദ്രപദം, അല്ലെങ്കിൽ ആ മഹാബലിക്ക് ഇന്ദ്രപദമൊന്നും കിട്ടുകയില്ല. പക്ഷേ അങ്ങയുടെ പാദാംബുജത്തിൽ നിന്ന് വന്ന ആ ഒരു പൊടി കൊണ്ടാണ് അദ്ദേഹം, ആ മഹാബലി ഇന്ദ്രൻ്റെ പദത്തിലേക്ക് ഉയർന്നത്. അതുപോലെ തന്നെ അങ്ങയുടെ പാദാംബുജത്തിൽ നിന്ന് വന്ന പൊടി കൊണ്ട് അഹല്യയാണെങ്കിൽ പാപങ്ങളെല്ലാം പോയി മുക്തയായി ശുദ്ധയായി. അതുകൊണ്ട് നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. അങ്ങയുടെ ഈ നാമകീർത്തനം ചൊല്ലുന്നത് കൊണ്ട് സർവമാന ബന്ധങ്ങളും വിട്ട് അത് അവസാനം നമ്മൾ ഈ ജീവൻ മോക്ഷത്തെയും പ്രാപിക്കുന്നു. എന്നിട്ട് ജനകൻ ഇങ്ങനെ ഓരോരോ സ്തുതി ചൊല്ലി ഭഗവാനെ സ്തുതിക്കുകയാണ്. മാത്രമല്ല സീതയ്ക്ക് വിവാഹ സമ്മാനമായിട്ട് കരികൾ 600, അതായത് 600 ആനകൾ, 10,000 തേരുകൾ, പിന്നെ തുരകങ്ങൾ നൽകിയിടിനാൽ 100,000 കുതിരകളെ കൊടുത്തു. അതുപോലെ 600 ആനകളെ കൊടുത്തു, 10,000 തേരും, 10,100,300 ദാസികളും കൊടുത്തു. വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ള അതും ബഹുവിധം, അങ്ങനെ മുത്തുമാലകൾ, ദിവ്യരത്നങ്ങൾ, അങ്ങനെ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്കു അദ്ദേഹം കൊടുത്തു, ജനകൻ കൊടുത്തു. അദ്ദേഹം വിവാഹ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വിധിനന്ദന പ്രമുഖന്മാരാ മുനികളെ വിധിപൂർവകം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ. അങ്ങനെ സുമന്ത്രാദികൾക്ക് അവർക്കെല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുത്തു. അങ്ങനെ അവരവിടുന്ന് ദശരഥനും അതുപോലെ സുമന്ത്രാദി ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അവിടുന്ന് തിരിച്ച് പോരുകയാണ്.
പോരുന്നതിന് മുമ്പായിട്ട് നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ സീതാദേവിക്ക് വേണ്ട പതിവ്രതാധർമ്മങ്ങളെല്ലാം ജനക മഹാരാജാവാണ് ഉപദേശിക്കുന്നത്. ജനകൻ വളർത്തിയ മകളായതുകൊണ്ടാണ് ജാനകി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് പതിവ്രതാധർമ്മം അനുസരിച്ച് രാമൻ നടക്കുന്ന വഴിയിലെ ചവറുകളും മുള്ളും കല്ലും എടുത്തു മാറ്റാനാണ് എൻ്റെ അച്ഛൻ ജനകൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങയോടൊപ്പം കാട്ടിൽ വരാൻ എന്നെ അനുവദിക്കണം എന്നാണ് സീതാദേവി പറയുന്നത്. അതുപോലെ തന്നെ പതിവ്രതാധർമ്മങ്ങളെല്ലാം വേണ്ടതുപോലെ ഉപദേശിച്ചു. അതിനുശേഷം അവരെല്ലാവരും കൂടി ഒരുമിച്ച് മൃദംഗ ആനക ഭേരി ദൂര്യ ഘോഷങ്ങളോടും മൃദംഗത്തിൻ്റെയും ആനകത്തിൻ്റെയും ഭേരിയുടെയും അതുപോലെ ഘോഷങ്ങളൊക്കെ ആയിട്ട് മൃദുനാദങ്ങളും അതുപോലെ വീണയും കുഴലുകൾ ഇതെല്ലാമായിട്ട് മദ്ദളങ്ങൾ ഇടയ്ക്കുകൾ ഇതെല്ലാമായിട്ട് വാദ്യഘോഷങ്ങളോടുകൂടി ആന തേർ കുതിര കാലാളായിട്ടുള്ള പടയോടും ആനപ്പട തേർപ്പട കുതിരപ്പട കാലാൾപ്പട അങ്ങനെ വലിയ ഒരു ചതുരംഗടി സേനയോടും കൂടി വാദ്യഘോഷങ്ങളോടും മേളങ്ങളോടും കൂടി അവിടെ ദശരഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും അതുപോലെ തന്നെ താപസന്മാരും ഗുരുഭൂതന്മാരായിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ സഹോദരന്മാരും അവരെല്ലാവരും കൂടി ഒരുമിച്ച് അതുപോലെ കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യ അമാത്യാദികളോടും വേഗമോട് അയോധ്യയ്ക്കാമാറു തിരിച്ചപ്പോൾ ആകാശദേശീയ വിമാനങ്ങളും നിറഞ്ഞതേ. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. ദശരഥൻ്റെ രാജധാനിയിലേക്ക് അയോധ്യയിലേക്ക് വരികയാണ്. അതുപോലെ വെൺകൊറ്റക്കുട വെൺചാമരങ്ങളും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളും ഇതെല്ലാമായിട്ട് ഭഗവാന് ചെങ്കൊടിക്കൂറകൾ കൊണ്ട് ധ്വജങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കുറേ ദൂരം വന്നപ്പോൾ കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അവിടെ കുറച്ച് ദുർനിമിത്തങ്ങളെല്ലാം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി ആ ദുർനിമിത്തങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഭാർഗവ ഗർഭഭംഗമാണ്. അതായത് ഭാർഗവരാമൻ എന്നെ ഇടയ്ക്ക് വെച്ച് കണ്ടു. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചിട്ട് ദശരഥൻ ആ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലി. അപ്പം വസിഷ്ഠൻ പറയുകയാണ്, അല്ലയോ രാജാവേ, കുറച്ചൊരു ഭീതി ഉണ്ടാകും ഇപ്പോൾ, പിന്നെ ആ ഭയവും ഉണ്ടെന്നറിഞ്ഞാൽ, പക്ഷേ അതൊന്നും പേടിക്കണ്ട, നല്ലതേ വന്നുകൂടൂ, അങ്ങ് വിഷമിക്കേണ്ട. അങ്ങനെ ഭാർഗവരാമൻ വന്ന് വളരെ ക്രുദ്ധനായിട്ട് ദേഷ്യത്തോടു കൂടി തൻ്റെ ബാണവും അതുപോലെ തന്നെ ചാപവും ഒക്കെ ആയിട്ട് ആ വഴിയുടെ മധ്യത്തിൽ വന്ന് നിന്ന് ദശരഥനെയും അതുപോലെ രാമനെയും ലക്ഷ്മണനെയും ആ അയോധ്യയിൽ നിന്ന് വന്ന സകല ആൾക്കാരെയും തടഞ്ഞ് അവിടെ നിർത്തിയിരിക്കുകയാണ്. വളരെ ദേഷ്യത്തോടുകൂടി കണ്ണൊക്കെ ദേഷ്യം കൊണ്ടിങ്ങനെ ചുമന്ന് പല്ലൊക്കെ കടിച്ച് പിടിച്ച് ആ ഭാർഗവരാമൻ തൻ്റെ ദേഷ്യം മുഴുവൻ കണ്ണുമിഴിച്ച് വരെ ദഹിച്ചു പോകുന്ന രീതിയിലാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെ സ്തുതിച്ചുകൊണ്ട് ദശരഥൻ പറയുന്നത്, കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. അങ്ങനെ അദ്ദേഹത്തിനെ സ്തുതിച്ചു കൊണ്ട് ദശരഥൻ ചെയ്യുന്ന ഈ ഒരു കീർത്തനമൊന്നും ആ സ്തുതിയൊന്നും അദ്ദേഹം മൈൻഡ് പോലും ചെയ്തത്, വളരെ ശ്രദ്ധിച്ചതുപോലില്ല. അദ്ദേഹത്തിന് രോഷം കൂടുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന് വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്ത്രവും മധ്യാഹ്നാർക്കമണ്ഡലം പോലെ ദീപ്തി ആ സത്വരം ശ്രീരാമനോട് അരുളി ചെയ്തു. അദ്ദേഹം അതിനുശേഷം ദശരഥനെ ഇങ്ങനെ തൻ്റെ തീക്കട്ടകൾ പോലെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നേരെ രാമനോട് ചോദിക്കുകയാണ്, ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ. ഈ ഭൂമിയിൽ
ഞാനല്ലാതെ മറ്റൊരു രാമനുണ്ടോ? ഈ ത്രിഭുവനത്തിങ്കൽ ഈ 3 ലോകത്തിലും എന്നെ കഴിഞ്ഞ് വേറൊരു രാമനുണ്ടോ? നീ എവിടെ പോകുന്നു? നിനക്ക് ആ യുദ്ധം ചെയ്യാനും വില്ലു കുലയ്ക്കാനൊക്കെ നല്ല വല്ലഭമുണ്ടെന്നല്ലേ, വലിയ യോഗ്യതയുണ്ടെന്നല്ലേ നീ കരുതുന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നീയല്ലേ ഈ ശൈവജാപം ഖണ്ഡിച്ചത്? ശിവന്റെ ജാപം ത്രയംബകം നീ ഇപ്പം മുറിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ രാമ, എൻ്റെ കയ്യിലും ഉണ്ടൊരു ചാപം, വൈഷ്ണവമായിട്ടുള്ള ചാപമാണ്. നീ ക്ഷത്രിയ കുലജാതനാകിൽ നീ അതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ, നിന്നോട് യുദ്ധം ചെയ്യുവാൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നുണ്ടില്ല, സന്ദേഹം എനിക്കൊന്ന് എന്നത് ധരിച്ചാലും എന്നാണ് പറയുന്നത്. നീ ക്ഷത്രിയ കുലജാതന ആണെങ്കിൽ നീ അതുകൊണ്ട് ആ എൻ്റെ കയ്യിലുള്ള വൈഷ്ണവചാപം നീ അതൊന്ന് എടുത്ത് പ്രയോഗിക്ക്. അല്ലെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യണം. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൂട്ടത്തോടെ തന്നെ ഞാൻ യമപുരിക്ക് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നിനക്കറിയില്ലേ, ക്ഷത്രിയ കുലാന്തകൻ, ക്ഷത്രിയ കുലങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കിയവനാണ് ഞാൻ. അവരുടെ ആ ക്ഷത്രിയ കുലത്തിൻ്റെ അന്തകനാണ് ഞാൻ. അത് നിനക്കറിയില്ലേ? ശത്രുത്വം നമ്മിൽ പണ്ടേ ഉണ്ടെന്ന് ഓർക്ക. നീ പണ്ടേ നേരത്തെ തന്നെ എനിക്ക് ക്ഷത്രിയന്മാരോട് ശത്രുതയുണ്ടെന്നുള്ള കാര്യം നീ ഓർത്തോണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ രേണുകാത്മജൻ്റെ ആ പറച്ചിലൊക്കെ കേട്ടപ്പോൾ ആ ഭൂമിദേവി, ഭൂമി മൊത്തം ഒന്ന് വിറച്ചു. അതുപോലെ ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധു വാരി മുങ്ങുക. അതായത് സമുദ്രങ്ങളൊക്കെ തിരമാലകളൊക്കെ ആർത്ത് അടിക്കാൻ തുടങ്ങി. അത്രയ്ക്ക് ഒരു പ്രകൃതിയിൽ മൊത്തം അതിൻ്റെ ഒരു മാറ്റം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൂട്, അദ്ദേഹത്തിൻ്റെ ദേഷ്യം ആ പ്രകൃതിയിൽ മുഴുവൻ പടർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഭാവത്തിൽ നിൽക്കുന്ന, പക്ഷേ രാമൻ്റെ മുഖത്തിന് ഒരു ഭാവവ്യത്യാസവും ഇല്ല. അദ്ദേഹം വളരെ മുഗ്ധഭാവത്തോടും പൂണ്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, ചൊല്ലരും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ അങ്ങ് ഇത്രയും വലിയ യോഗ്യതയുള്ള പ്രൗഢാത്മാവായിട്ടുള്ള, ഇത്രയും വയസ്സിന് മൂത്തതായിട്ടുള്ള അങ്ങ് എന്നെപ്പോലുള്ള കൊച്ചു ബാലന്മാരോടൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഞങ്ങൾ ബാലന്മാരല്ലേ? ഞങ്ങൾക്ക് ആശ്രയം അങ്ങേപ്പോലുള്ള തപസ്വികളല്ലേ? ബാലന്മാർക്ക് ആശ്രയം. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അങ്ങേപ്പോലുള്ള മഹാനുഭാവന്മാരല്ലേ ഞങ്ങൾക്ക് അത് നല്ല വഴി ഉപദേശിച്ചു തരേണ്ടത്? അങ്ങേപ്പോലുള്ള തപസ്വികളല്ലേ? പിന്നെ ഞങ്ങൾക്കറിയില്ലല്ലോ, അങ്ങ് പറഞ്ഞു തന്നാലേ സ്വാശ്രമ കുലധർമ്മമൊക്കെ ഞങ്ങൾ പാലിക്കേണ്ടത് അങ്ങയുടെ വാക്കുകളിലൂടെയല്ലേ? നിൻ തിരുവടി തിരുവുള്ളത്തിൽ ഏറുന്നതിന് അന്തരമുണ്ടോ? പിന്നെ വരുന്നു നിരൂപിച്ചാൽ അങ്ങ് പറയുന്നതിനപ്പുറം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാക്കുണ്ടോ? ഞാൻ അന്ധനായിരിപ്പോൾ ഒരു ബാലകനുണ്ടോ? ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. അതുകൊണ്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല. നോക്കിയേ, ഭഗവാൻ പറയുകയാണ്. ഭഗവാൻ എത്ര ചെറുതായിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. ക്ഷത്രിയ കുലത്തിൽ ഉദ്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ഭഗവാനെ, ഞാൻ ജനിച്ചത് ക്ഷത്രിയ കുലത്തിലൊക്കെയാണ്. രാമൻ പറയുകയാണ്. ആ ഭഗവാൻ ഒരു വിനയം നോക്കിക്കേ. പക്ഷേ എനിക്ക് ശസ്ത്രത്തിലും അസ്ത്രത്തിലും പ്രയോഗത്തിലൊന്നും വലിയ സാമർഥ്യമൊന്നുമില്ല. അങ്ങ് പറയുന്നത് പോലെ എനിക്ക് ശസ്ത്രാസ്ത്രങ്ങളിലൊന്നും എനിക്ക് ഒട്ടും സാമർഥ്യമില്ല. എനിക്ക് ശത്രുവെന്നോ മിത്രമെന്നോ ഉള്ള അങ്ങനെയുള്ളൊരു ഭാവഭേദവും എനിക്കില്ല. ഇനി മാത്രമല്ല, എനിക്ക് ശത്രുക്കളെ സംഹരിക്കാനുള്ള ശക്തിയുമില്ല. വലിയ ഭയങ്കരിയായിട്ടുള്ള ലോകകണ്ടകയായിട്ടുള്ള താടകയെയും സുബാഹുവിനെയും ഒക്കെ നിഗ്രഹിച്ച ഭഗവാനാണ്. മാരീചനെ വേണ്ട മര്യാദയും പഠിപ്പിച്ചു കൊടുത്തു ഭഗവാൻ. ആ ഭഗവാൻ പറയാണ്, എനിക്ക് ശത്രുക്കളെ എനിക്ക് അങ്ങനെ കൊന്നോ അല്ലെങ്കിൽ എനിക്കൊന്നങ്ങനെ പരിചയമൊന്നുമില്ല. ഭഗവാന്റെ ഒരു വിനയം നോക്കിക്കേ. ഭഗവാൻ ആ വിനയം കാണിക്കേണ്ടത് ഭഗവാൻ നന്നായിട്ട് വിനയം കാണിക്കുന്നുണ്ട് അല്ലേ? എനിക്കങ്ങനെ ശത്രുഭേദമൊന്നുമില്ല. ക്ഷത്രിയ കുലത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും എനിക്ക് അങ്ങനെ അസ്ത്രപ്രയോഗമൊന്നും എനിക്കറിയില്ല. പിന്നെ അങ്ങ് പറഞ്ഞല്ല, അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ ചിന്തിതം അതുമൂലം.
അന്തകനും കൂടി അന്തകനായിട്ടുള്ള മഹാദേവൻ പോലും അങ്ങയുടെ വാക്ക് ലംഘിക്കുകയില്ല. അതുകൊണ്ട് അങ്ങയ്ക്കിനി ഇഷ്ടക്കേടുണ്ടാകണ്ട, അങ്ങ് പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല എന്ന്. അതുകൊണ്ട് ആ വില്ലിങ്ങോട്ട് തന്നാൽ ഞാനൊന്ന് ശ്രമിക്കാം. അങ്ങയ്ക്ക് തിരുവുള്ളക്കേടുണ്ടാകണ്ടല്ലോ, ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം, എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് നോക്കാം. അങ്ങയുടെ വാക്ക് ഞാൻ ലംഘിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് അങ്ങയുടെ വില്ല് എനിക്ക് തന്നാൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ വളരെ മന്ദഹാസത്തോടു കൂടി, ഭഗവാന്റെ മുഖത്തൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും വന്ദിച്ചിട്ട് ദശരഥ നന്ദനൻ ആയിട്ടുള്ള ആ രാമൻ വില്ല് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി. അദ്ദേഹം ആ വില്ല് വാങ്ങിച്ച് നിന്ന സമയത്ത് 7 ലോകങ്ങളും ഒന്നിച്ച് നിറഞ്ഞൊരു തേജസ്സും കാണായി വന്നു. അദ്ദേഹം ആ വില്ലങ്ങ് പിടിച്ചങ്ങ് നിന്നതും ആ 14 ലോകങ്ങളും ഭഗവാന്റെ ആ ഒരു തേജസ് കൊണ്ടങ്ങനെ നിബിഡമാവുകയാണ്. ഭഗവാന്റെ തേജസ് ഇങ്ങനെ കാണുകയാണ്. എന്നിട്ട് ഭഗവാൻ ആ വില്ല് അങ്ങോട്ട് കുലച്ചു. എന്നിട്ട് ഒരു ബാണമേഘം എടുത്തു. ഒരു ബാണം എടുത്തിട്ട് അതിൽ വച്ചിട്ട് വലിച്ച് തൊടുത്തങ്ങ് നിർത്തി. എന്നിട്ട് ചോദിച്ചു, ഭൃഗുപതി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, അല്ലയോ ദയാനിധേ, മാർഗണം നിഷ്ഫലമായി വരികയില്ല. മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നീട വേണം. എൻ്റെ അസ്ത്രത്തിന് ലക്ഷ്യം അങ്ങ് കാണിച്ചു തരൂ. എൻ്റെ അസ്ത്രം ഒരിക്കലും നിഷ്ഫലമായിട്ട് വരാറില്ല. അതുകൊണ്ട് ദയാനിധേ, ഭൃഗുപതേ, അങ്ങ് എൻ്റെ അസ്ത്രത്തിന് ഒരു ലക്ഷ്യം കാട്ടിത്തരൂ എന്ന് പറയുകയാണ്. വളരെ വിനയാന്വിതനായിട്ട്, വളരെ മന്ദഹാസത്തോടു കൂടി ലോകം മുഴുവൻ 14 ലോകങ്ങളും ശ്രീരാമൻ്റെ ആ ഒരു പ്രഭാവം കൊണ്ട്, ചൈതന്യം കൊണ്ട്, തേജസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയാണ് ഭഗവാൻ ഭാർഗവരാമൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂഢാനന്ദം അതിനുത്തരമരുൾ ചെയ്തു. പറയുകയാണ്, ഭഗവാൻ ഇത് കണ്ടതും ഇത് സാധാരണ ഒരു മനുഷ്യനല്ല, ഇത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്ന് സ്തുതിക്കുകയാണ്. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ ശ്രീരാമ രാമ രമാരമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥ നന്ദന ഹൃഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. ഭഗവാന്റെ അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പണ്ടത്തെ പഴയ പുരാവൃത്തം ഞാൻ പറയാം. പങ്കജവിലോചന കാരുണ്യവാരാനിധേ, അങ്ങ് ഇത് കേൾക്കണം. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം തൻ്റെ ബാല്യകാലത്തിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ പിതൃഹന്താവായിട്ടുള്ള ഹേഹയനെ ചൊല്ലിടും കാർത്തവീര്യാർജുന നൃപേന്ദ്രനെ വല്ല ജാതിയും അവൻ വൽക്കലാംശജനല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ ക്ഷത്രിയ വംശത്തെ ഞാൻ 21 പ്രാവശ്യം യുദ്ധത്തിൽ നിഗ്രഹിച്ചു. എന്നിട്ട് കശ്യപന് ദാനം ചെയ്തു. പിന്നെ അങ്ങനെ പൃഥ്വിമണ്ഡലത്തിൻ്റെ ശാന്തിയെ പ്രാപിപ്പിച്ചു. അങ്ങനെ ആണ് ഞാൻ പോരുന്നത് എന്ന് പറഞ്ഞ് തൻ്റെ ആ ഒരു കഥയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നോട് തനയനൻ വന്ന് അവതരിച്ചിടും എന്നൊക്കെ പറയുകയാണ്. ഭഗവാൻ പറഞ്ഞു, അതിന് മറുപടിയായിട്ട് പറയുകയാണ്. അങ്ങനെ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ വൈഷ്ണവ തേജസ്സുകളെല്ലാം. നിൻ തിരുവടി തന്നെ വന്ന് അവതരിച്ചൊരു പങ്ക്തി സ്യന്തന സുതനല്ലോ നീ ജഗൽപതേ, എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. എൻ്റെ ഉള്ളിലുള്ള വൈഷ്ണവ തേജസ്സൊക്കെ നിന്നിലേക്ക് ഞാൻ തരികയാണ് ഭഗവാനെ എന്ന് പറയുകയാണ്. എന്നിട്ട് സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ, ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ, അങ്ങ് സാക്ഷാൽ
വിഷ്ണു ഭഗവാൻ തന്നെയായിട്ടുള്ള ആ നാരായണനാണ് ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. എൻ്റെ ജന്മം സഫലമായത് ഇപ്പോഴാണ്, എൻ്റെ തപസ്സാഫല്യമുണ്ടായത് ഇപ്പോഴാണ്. അതായത് ബ്രഹ്മമുഖ്യന്മാരാലും ഭഗവാനെ കണ്ടുകിട്ടാറില്ല. അങ്ങനെയായിട്ടുള്ള ആ നിർമ്മലമായിട്ടുള്ള രൂപം എനിക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഞാൻ ധന്യനായി ഭഗവാനെ, കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം, ഈ രൂപം എൻ്റെ ഉള്ളിൽ എപ്പോഴും വസിക്കണം ഭഗവാനെ. ഭാർഗവരാമൻ്റെ സ്തുതിയാണ്. അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്ങളില്ലല്ലോ പോറ്റി. ഭഗവാനെ, അങ്ങിൽ സുജ്ഞാനം മാത്രമേ ഉള്ളൂ. എന്നെപ്പോലുള്ള സാധാരണക്കാർക്കാണ് അജ്ഞാനങ്ങളൊക്കെ ഉള്ളത്. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോൾ ഒരു നിർവ്വാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു സ്തുതിയാണ് ഭാർഗവരാമൻ ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്തുതി തുടരുകയാണ്. ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ മോക്ഷം എന്നാണ് പറയുന്നത്. അതായത് അങ്ങയിൽ ഭക്തിയില്ലെങ്കിൽ എത്ര കൽപ്പകോടി ജന്മമെടുത്താലും ശരി അവർക്കൊന്നും മോക്ഷം സിദ്ധിക്കയില്ലല്ലോ ഭഗവാനെ. എന്നിട്ട് പറയാണ്, വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. എൻ്റെ ഉള്ളിലുള്ള അജ്ഞാനമൊക്കെ നീക്കിയിട്ട് എൻ്റെ ഉള്ളിലെ ജ്ഞാനമുണ്ടാകണം. ആകയാൽ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. അതുകൊണ്ട് അങ്ങയുടെ പാദങ്ങളിൽ എല്ലാ കാലത്തും എപ്പോഴും എനിക്ക് അങ്ങയോട് ഭക്തി ഉണ്ടാകണം. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സദാപദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഖപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാബ്ധേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര, സന്തതം നമോസ്തുതേ ഭഗവൻ, നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം, നമോസ്തുതേ. അതിനുശേഷം ഭാർഗവരാമൻ തിരികെ അദ്ദേഹത്തിൻ്റെ തപസ്സിനായിട്ട് പോവുകയാണ്. അതിനുശേഷം ദശരഥനും അതുപോലെ തന്നെ ബാക്കി സൈന്യങ്ങളും രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും അവരുടെ ഭാര്യമാരും അമ്മമാരും താപസമുനി വൃന്ദവും എല്ലാവരും കൂടെ ഒരുമിച്ച് നേരെ അയോധ്യയിലേക്ക് വന്നു സുഖമായിട്ട് താമസിക്കുകയാണ്. അങ്ങനെ വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും, അങ്ങനെ വൈകുണ്ഠത്തിൽ ശ്രീ ഭഗവതിയോടുകൂടി ഭഗവാൻ വാഴുന്നത് പോലെയാണ് രാഘവൻ സീതയോടും കൂടി ആനന്ദമൂർത്തിയായിട്ട് മായാമാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ട് വസിച്ചിടുന്നു. അങ്ങനെ ആ സമയത്താണ് കേകയ നരാധിപനാകിയ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ട് ചെൽവാൻ. അപ്പോഴാണ് കേകയത്തിലെ രാജാവായിട്ടുള്ള അശ്വപതി മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കൂട്ടിക്കൊണ്ട് ചെല്ലുവാനായിട്ട് യുധാജിത്തിനോട് പറഞ്ഞയച്ചത്. അങ്ങനെ യുധാജിത്ത് ഇവരെ ഭരതനെയും ശത്രുഘ്നെയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഭരതനെ പോവാനായിട്ട് നിയോഗിച്ചു. അവർ കേകയ രാജ്യത്തിലേക്ക് പോയി. അവിടെ താമസിക്കുകയാണ് വർഷങ്ങളായിട്ട്. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൾ. അങ്ങനെ സീതാദേവിയോടും അതുപോലെ തന്നെ രാമനോടും ലക്ഷ്മണനോടും കൗസല്യ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്ന ആ ഒരു സമയമാണ്. അങ്ങനെ നിർവികാരാത്മാവായിട്ടുള്ള പരമാനന്ദമൂർത്തി സർവ്വലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാനയോധ്യാപുരി തന്നിലാണേ. അധ്യാത്മരാമായണ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. ഇതുവരെയാണ് നമ്മൾ ഇന്ന്
പാരായണം ചെയ്ത് സമർപ്പിക്കേണ്ട ഭാഗങ്ങൾ. അപ്പോൾ ഇതുവരെയുള്ള കഥ ഒന്ന് ഓടിച്ച് ഇപ്പോൾ തന്നെ 45 മിനിറ്റായി. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ കഥ പറഞ്ഞത്. എല്ലാവർക്കും ഇത് വായിക്കുമ്പോഴത്തേക്കും ഈ കഥയെക്കുറിച്ച് ചെറിയൊരു ഐഡിയ അത് കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോഴത്തേക്കും ഇന്നതാണ് കഥ എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ഉദ്യമത്തിന് മുതിരുന്നത്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുസ്സും ആരോഗ്യവും ഭഗവത് ഐശ്വര്യങ്ങളും എല്ലാവർക്കും വന്നു ചേരട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം.